ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ. അന്നേരം നമുക്ക് എങ്ങനെ ഒരു കസ്റ്റമൈസ് നെയിം സ്ലിപ്പ് നമ്മുടെ പിള്ളേരുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഒരു 60 റുപ്പീസൊക്കെ ആകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഫോണിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പിക്സൽ ലാബിൽ നിന്ന് നെയിം സ്ലിപ്പിൻ്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു നെയിം സ്ലിപ്പാണ് പിൻട്രസ്റ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. പിക്സൽ ലാബ് എന്നാണ് പേര്. നമ്മൾ യൂട്യൂബ് തമ്പനെയിൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അത് തുറക്കുക. അത് തുറന്നു കഴിയുമ്പോഴത്തേക്കൂടെ ന്യൂ ടെക്സ്റ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പൊക്കത്തെ പ്ലസ് സൈക്കിൾ പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഫ്രം ഗ്യാലറി എന്ന് സെലക്ട് ചെയ്യുക. ഫ്രം ഗ്യാലറി എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്നും നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ലഭിക്കും ഇതുപോലത്തെ. അതിനുശേഷം നമ്മൾ ക്രോപ്പ് ചെയ്ത് ടിക്ക് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വീണ്ടും ആ പ്ലസ് ഐക്കണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഫോട്ടോ ആണോ ആക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ആണ് വെക്കുന്നത്. നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ കവായി റാബിറ്റിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ആ സൈഡിലെ ആ ടെംപ്ലേറ്റിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഇത്രയും ചെയ്ത ശേഷം നമ്മളിത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യണം. ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എക്സ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ കണ്ടോ, എക്സ്പോർട്ട് ഇമേജ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഗ്യാലറി എന്ന് കൊടുക്കുക. എന്നാലും സേവ് ആവും.